ബൈക്കിന്റെ താക്കലിങ്ങനെ നിന്റെ കൂടെ എത്തിയാ അവനെ വിളിക്കാനാ പോകുന്നത്. ഓക്കേ തുറത്തുണ്ടെങ്കിൽ കണ്ടില്ലോടു ചെളിയും ചവിട്ടി കയറ്റിക്കോളൂ. അയ്യോ സോറിയടാ, വൃത്തിയേടായല്ലേ? ആയി ഞാൻ വൃത്തിയാക്കി തരാം. ഓ ഇത്രയും വൃത്തി മതിയാ? രാവിലെ ഓർത്തുമാര് പാവടത്തിന് വന്നോളൂ. മനുഷ്യനെ വരെ കിടന്ന് കയറി പോണു. എന്ത് എന്നാലേ നീ നിന്നോട് തന്നെ പറഞ്ഞേക്ക്, നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ നിന്റെ ഷേപ്പ് മാറുമെന്ന് കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ പിന്നെ ഒരു ചായക്കളിക്ക് തരുന്നുണ്ട്. പിടിച്ചിരുന്നോ? അതെ, അളിയൻ വിളിച്ചായിരുന്നു പുള്ളിനെ പോയി കാണാനായിട്ട്. ഓ അപ്പൊ അയാളുടെ കൂടാണ് നീ എന്ന്? ഞാൻ നിന്റെ കൂടെ ആയിരിക്കുന്നാ പറഞ്ഞത്. നാളെ വല്ലതും തിരിച്ചു പോണ നേരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാൻ വിചാരിച്ചു പുള്ളിനെ. അപ്പൊ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല അല്ലേ? ഇല്ല. എന്നാ നമുക്ക് റൂമിൽ ചെന്നിട്ട് ജാം ചെയ്യാം. എന്തുട്ടേ? ഒന്നും ഇല്ല. നിനക്ക് ബാംഗ്ലൂരിൽ റൂമൊക്കെ സെറ്റായോ? ഒരെണ്ണായിട്ടുണ്ട്. കൊറേ നാള് ജോലിയും കൂലിയും ഇല്ല നടന്നാൽ ഇപ്പൊ എന്താ, ഇപ്പൊ ജോലിയൊക്കെ ആയില്ലേ? എന്തോ ഒരു ഇന്റർവ്യൂ കൂടിയെന്നറിയോ? അവസാനം എൻട്രി എലിവേറ്റിന്റെ കോഡിംഗ് പ്രോഗ്രാമിന്റെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് വഴി ഇപ്പൊ ഇത് കിട്ടിയത്. എൻട്രി എലിവേറ്റ്? അത് ചെയ്ത് കഴിഞ്ഞാലേ യുഎസിലെ ഇലിനോയ് എന്നുള്ള ടെക് സർട്ടിഫിക്കറ്റും ഇന്ത്യയുടെ NSDC സർട്ടിഫിക്കറ്റും കിട്ടും. നല്ലതാ. അതിന് നീ വീട്ടൊക്കെയല്ലോ, പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടും? അതിന് ടെക് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല, ആർക്കൊഴിലും പറ്റും. അത് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അടിപൊളിയാ. വെറുതെ കോളേജിൽ പോയി C++ ഒക്കെ പഠിച്ചു ഇതിനായിരുന്നു എന്തോ. C++ മാത്രമല്ല, ജോബ് കിട്ടാനുള്ള വേറെയും കുറെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ലതാ. എന്തായാലും ഞങ്ങള് പാട്ടിന്റെ പരിപാടിയായിട്ട് ബാംഗ്ലൂർ വരുമ്പോ നമുക്കൊന്ന് കൂടണം. പറഞ്ഞ പോലെ പാട്ടിന്റെ പരിപാടിയൊക്കെ എന്തായി? കൂടെ ഒരു പാട്ടുകാരനും കൂടി ഇല്ലേ? ജോണി. ഇപ്പൊ റൂമിൽ ചെല്ലുമ്പോ കാണാം. എന്താണ് ബ്രോ? രാത്രിയിലോ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റില്ല, പകലെങ്കിലും കുറച്ച് സ്വസ്ഥത. നിങ്ങളുടെ ഈ കൊലവിളി കുറച്ചു നേരത്തേക്ക് നിർത്തി വെക്ക് പ്ലീസ്. ബ്രോ ഞാനേ ഒരു ട്രാക്ക് ഉണ്ടാക്കുന്ന മൂഡിലായിട്ട് ഒറ്റ പീസും കൂടെ കിട്ടാണ്ടായിരുന്നുള്ളൂ. അതിപ്പോ കിട്ടി, സാധനം കംപ്ലീറ്റ് ആയി. നീ ബ്രോ വേണമെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം. നന്ദു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നറിയോ? വിശേഷം ചോദിക്കാൻ ആളറിയണോ? അതെ, ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങാൻ വേണ്ടി ഒരു മെലഡി വായിച്ചു തരട്ടെ? വേണ്ട, പോയി കിടന്ന് ഉറങ്ങിയേട്ടാ. നിനക്ക് എന്തിന്റെ കേടാണ്? എടാ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായില്ലേ, ഇവന്മാർ സ്വസ്ഥമായിട്ട് ഒരു ദിവസമെങ്കിലും കിടത്തി ഉറക്കിയിട്ടുണ്ടോ? അതിന് നീ നിന്റെ കൊണ്ടാളോ നിന്തോ? അവന്മാരൊന്നും പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല. നീ വന്നേ, ബാഗ് പാക്ക് ചെയ്യാം, നമുക്ക് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ നശിച്ച ലോഡ്ജിൽ നിന്ന് പോകുന്നത് തന്നെ നല്ലത്. നിങ്ങൾ ഈ ലോഡ്ജിൽ സ്ഥിരതാമസമാണ്? അതെ ബ്രോ, 3000 രൂപ മാസം വാടകയ്ക്ക് ഇത്രയും കിഡിലെ സെറ്റപ്പ് വേറെ എവിടെ കിട്ടും? നാട്ടിൽ കിട്ടൂട്ടാ. 2500 പോസ്റ്റ് ഓഫീസിനോട് ഒറ്റ വീട് കിട്ടും. നല്ലതാ. അത് ശരി. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു വളവ് വിരിഞ്ഞാലേ എന്റെ വീട്. എന്നാ പിന്നെ എനിക്ക് അവിടെ നിന്നാ പോരെ? വാടക കൊടുക്കണ്ട, ഫ്രീ ഫുഡും കിട്ടും. അതല്ലായിരുന്നു നല്ലത്. എന്തിനാ ഇവിടെ വന്ന് കിടക്കണേ? പക്ഷെ അവിടെ നിന്നാ രക്ഷപ്പെടണ്ടേ? തുണിയും മണിയും വായിക്കാനുള്ള കാശ് പോലും ഇല്ല. അതെ, അച്ഛന്റെ ജുബയും പൂജാമുറിന്ന് കർട്ടനും വെട്ടി തയ്ച്ചിട്ടോണ്ട് വന്നതാ. ഈ ബാൻഡ് രക്ഷപ്പെടാൻ ഞാൻ ഈ നാട്ടിലോട്ട് പോകത്തില്ല. ബ്രോയ്ക്ക് നാട്ടിൽ നിൽക്കണ ഇഷ്ടമല്ലേ? അതെ അതെ, അടുത്ത ആഴ്ച ഏത് നാട്ടിലോട്ടാ പോകുന്നത്? ബാംഗ്ലൂർ. ഇന്നപ്പോ നിങ്ങക്ക് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ട് ബ്രോ, ഇന്ന് നൈറ്റ് ഒരു ഗിഗ് ഉണ്ട്. വരണ്ടാ, സൂപ്പർ ആയിരിക്കോട്ടാ. ഗിഗ്ഗാ? എടാ, നമ്മുടെ ബാൻഡിന്റെ പരിപാടിയാ. ഈ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാട്ടും കേൾക്കാം, 2 പഠിക്കുകയും ചെയ്യാം, താളത്തി വാളും വെക്കാം. വാ പോരേ. ഞാൻ അങ്ങനെ വെള്ളമൊന്നും അടിക്കാറില്ല. നീ കോളേജിൽ വെച്ച് ബീർ അടിക്കുമായിരുന്നല്ലോ? അത് പണ്ടല്ലേ. ബിയർ അടിച്ച വയറാട് നേട്ടിട്ട് അങ്ങനെ നിർത്തിയായിരുന്നേ. ആര് പറഞ്ഞു അങ്ങനെ? നമ്മുടെ ഷാപ്പിലെ ചേട്ടൻ. ആ കൊടവയറിനാ? പുള്ളി. അപ്പൊ അടിക്കും. ഏട്ടക്ക് ഞാനൊരു കിടില സാധനം എടുക്കട്ടെ? എന്ത്? ഒറ്റ മിനിറ്റ്. ചാമ്പക്കൻ ലൗലോലിക്കിട്ട് മാറ്റിയ നല്ല നാട്ടേൻ സാധനം. എന്നാ പിന്നെ നമുക്ക് 2 കീച്ചാലോ? പോയി പെണ്ണെടുത്തോട്ട്. നീ എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ? അമ്മ നിനക്ക് ഉണ്ണിയപ്പൊക്കെ പൂഞ്ഞ് തന്നിട്ടുണ്ട്.
എടാ നീ കക്കവാറിലൊക്കെ നിർത്തി മണല് കടത്താൻ തുടങ്ങിയ എടാ അത് പെങ്ങൾ അളിയന് വേണ്ടി തന്നിട്ട് അവലോസോടി എങ്ങോട്ട് തന്നെ അവലോസൂടിയാ പിന്നെ 200 ഗ്രാം കുറഞ്ഞു വെച്ച് നിന്റെ അളിയൻ എന്നെ 200 ഗ്രാം മതി 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 ഡിസ്കളെക്കടി ചേട്ടാ വെള്ളം എടുക്കാൻ പറഞ്ഞാ അതെ അതിനകത്ത് വെള്ളമൊന്നുമില്ല കേട്ടാ അതെ ഒരു മിനിറ്റ് ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് നമുക്ക് എല്ലാവരും കൂടി പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തല്ലേ ഇതിങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ലെന്നേ ബാ കൈയോടെ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാം കുഴപ്പമില്ല കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പമുള്ള ആളെ നോക്കാം അളിയാ പറയടാ ആ എടാ അതെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് ഈ ആഴ്ച